കോട്ടപ്പടി ഉപ്പുകണ്ടത്തിന് സമീപം കൃഷിയിടത്തിലെത്തിയ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു. കോട്ടപ്പാറ വനമേഖലയിൽ നിന്ന് പതിവായി നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന ആനകളിലൊന്നാണ് ചരിഞ്ഞത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ ഉപ്പുകണ്ടത്തിന് സമീപമുള്ള കുട്ടംകുളത്തെ കൃഷിയിടത്തിലാണ് കാട്ടുകൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. കൃഷിയിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന 220 kV വൈദ്യുതി ലൈനിൽ നിന്നുമാണ് ഷോക്കേറ്റത്. ആന കുത്തിമറിച്ചിട്ട പന ലൈനിലേക്ക് വീണതാണ് കാരണം. രാവിലെ കൃഷിയിടത്തിൽ എത്തിയവരാണ് മേക്കപ്പാല ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചത്. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി ആനയെ ക്രെയിൻ ഉപയോഗിച്ച് സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു. ഹൈടെൻഷൻ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി ലൈനിനടുത്ത് മരങ്ങൾ ഉയരത്തിൽ വളർത്താൻ പാടില്ല എന്നാണ് നിയമം. ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. മേക്കപ്പാള സ്റ്റേഷനിൻ്റെ ലിമിറ്റിൽ വരത്തുണ്ട്. അപ്പം ഞങ്ങളിവിടെ നമ്മുടെ ടീമെ സെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഡെപ്യൂട്ടി പെട്ടെന്ന് എത്തി. പിന്നെ ഇവിടെ ഏത് സിറ്റുവേഷൻ ഉണ്ട് നോക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ ടീം ഇവിടെ വന്ന് പിന്നെ നമ്മുടെ SOP ഫോളോ ചെയ്ത് പിന്നെ ഇവിടെ ഉള്ള യാണ് ഇപ്പം പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് ഇപ്പം ഇതിനകത്ത് ശേഷം വി ഹാവ് ടു ഡു പോസ്റ്റ്മോർട്ടം ആൻഡ് വിൽ ബി ഫോളോയിങ് ദ SOPs. The people here also were cooperative to us. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നടത്തുന്നത് ഇതിൻ്റെ ഹൈറ്റ് തൊട്ടടുത്തുള്ള മരങ്ങളുടെ ഈ ക്ലിയറൻസ് കറക്റ്റ് ആയിരുന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു സാധാരണഗതിയിൽ ഹൈ ടെൻഷൻ ലൈനിലൊക്കെ വരുമ്പോഴത്തേക്കും അടുത്തുള്ള മരങ്ങളെല്ലാം ഒരു കട്ട് ചെയ്ത് കളയുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ആ രീതിയിലുള്ള വീഴ്ച ഉണ്ടോ എന്ന് നമ്മൾ അതിൻ്റെ പരിശോധന നടത്തി അറിയാൻ പറ്റുള്ളൂ. നോർമലി ഇതൊരു നാച്ചുറൽ ഡെത്തായിട്ട് നമുക്ക് പരിഗണിക്കണം. അതിനെ മറിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടാന ചരിഞ്ഞ വിവരമറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് സ്ഥലത്തെത്തിയത്. കോട്ടപ്പാറ വനമേഖലയിൽ നിന്നും പതിവായി നാട്ടിലിറങ്ങുന്ന ആനകളിലൊന്നാണിത്. പ്രദേശത്ത് ആനശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ആനകളിലൊന്നിന് ജീവൻ നഷ്ടപ്പെട്ടത്. 2 വർഷം മുൻപ് കുളങ്ങാട്ടുകുഴിയിലെ കൃഷിയിടത്തിലും കൊമ്പൻ ഷോക്കേറ്റ് ചരിഞ്ഞിരുന്നു. 2 മാസം മുൻപ് ഇതേ പഞ്ചായത്തിൽ തന്നെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.